രാത്രി ഒരു ദൈവശബ്ദം അടുത്ത ചില മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കർത്താവിന് മേശ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അധരം എപ്പോഴും നമ്മുടെ ഹൃദയവുമായി കണക്റ്റഡ് ആയിരിക്കണം. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് നമ്മുടെ അധരം എപ്പോഴും should be aligned with our heart. ഈ വർഷത്തിൻ്റെ പ്രത്യേകത, we will see supernatural things. We will see our territories enlarged. നമ്മുടെ അതിരുകളെ വിശാലമാക്കും. പക്ഷേ എപ്പോഴും ഓർക്കണം, ദൈവത്തിൽ നിന്നൊരു അത്ഭുതം, ദൈവത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാൻ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കൊണ്ടല്ല നടക്കുന്നത്. ലിറ്ററലി ദൈവത്തിൻ്റെ കരം അതിനകത്ത് പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ദൈവിക വിടുതലുകളെയും നാം പ്രാപിപ്പാൻ സ്തോത്രം എപ്പോഴും ഓർത്തോണം. ആമേൻ. ഹല്ലേലൂയ. There are certain keys in the word of God. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് ബിബ്ലിക്ക് ദൈവവചനത്തിൻ്റെ കീ പ്രിൻസിപ്പിളുകളുണ്ട്. നാം അത് അറിഞ്ഞിരിക്കണം. സ്തോത്രം. നാം വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും സ്തോത്രം ഹല്ലേലൂയ, ആ വ്യക്തിയെ സംബന്ധിച്ച വാഗ്ദത്തം നിറവേറണമെങ്കിൽ he should align himself with the word of God. ദൈവവചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിനെ നാം അലൈൻ ചെയ്തോണം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഇന്ന് രാത്രി തൊടാൻ പോകുന്ന വിഷയം ഇതാണ്. നമ്മുടെ ഹൃദയം നമ്മുടെ ആധരവുമായി അലൈൻഡ് ആയിരിക്കണം. രാമൻ പറഞ്ഞേ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് സ്തോത്രം അവൻ ഒരു മുഖവര പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവവചനത്തിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വചനം പരിശോധിച്ചാൽ ഒരു കാര്യം അറിയാം. ഹെവൻ ആൻഡ് എർത്ത് ഹാസ് an alignment. Heaven and earth is in agreement. മനസ്സിലായോ? God created the in the beginning God created. അഞ്ചിനൊക്കെ അറിയാമല്ലോ. In the beginning God created the heavens and the earth. In the beginning God created not only earth but before that ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. There are biblical principles for that. സങ്കീർത്തനത്തിലേക്ക് 115 വേഗത്തിൽ ചില വാക്യങ്ങൾ വായിച്ചേ. മീഡിയ പ്ലീസ് be with me. 115 സങ്കീർത്തനം 16 വാക്യം വായിച്ചേ. 115 സങ്കീർത്തനം 16 വാക്യം. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ആകാശത്ത് നോക്കിയേ, ആദ്യം പറയുന്ന പദം ശ്രദ്ധിച്ചോണം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ കർത്താവിന്റെ വചനത്തിന് അത് ഭൂമിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരായിരുന്നു? അല്ല. There is an agreement, there is an alignment. If you want to see a miracle and breakthrough and the fulfillment of the promises of God, we have to know what is the principle. ആകാശവും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്ത വാക്യം മതി. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നേ, 9-ാം അധ്യായത്തിലേക്ക് വന്നാണ് 13-ാം വാക്യം. 13 വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 13 വാക്യം. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു. ഇത് എപ്പോഴെന്നറിയാമോ? നോഹയുടെ കാലത്ത് വലിയ പ്രളയമുണ്ടായി. ആ പ്രളയത്തിന്റെ അവസാനം ദൈവം ഒരു കവനന്റ് വെക്കുക. ആ കവനന്റ് എന്താണെന്നറിയാമോ? ഞാൻ ഇനിയും ഭൂമിയെ മഴ കൊണ്ട് നശിപ്പിക്കുകയില്ല. അതിനടയാളമായിട്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? വായിച്ചാട്ടെ. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. നോക്കിയേ, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള സങ്കീർത്തനം. വേറെ വാക്യമുണ്ട്, നമ്മുടെ ദൈവമോ സ്വർഗത്തിലാകുന്നു. കർത്താവ് പറയുകയാണ്, ഇത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമാണ്. നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സമയം ഒത്തിരി വിശദീകരിക്കാനില്ല. ഹെവൻ ആൻഡ് എർത്ത് ഹാസ് an agreement. ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാണ് 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 30:19. I call heaven and earth. ആവർത്തന പുസ്തകം, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിനെ ഞാൻ ശ്രദ്ധിച്ചേ. നോക്കിയേ, ഞാൻ ആകാശത്തെയും ഭൂമിയെയും കണ്ടോ?
മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? വചനത്തിൻ്റെ അകത്ത് നിന്ന് ഞാൻ ആ വാക്യം മാത്രം നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുക. എന്തിനെ സാക്ഷ്യം വെക്കുക? ഭൂമിയെ മാത്രമല്ല, ആകാശത്തെ ഞാൻ സാക്ഷ്യം വെക്കുക. മത്തായി സുവിശേഷത്തിലേക്ക് വന്നേ, 6:10. മത്തായി, ഇനി കർത്താവ് എന്തോ പറഞ്ഞേക്ക് നോക്കാം. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശു കർത്താവ് പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നൊരു സമയമാണ്. ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ശ്രദ്ധിച്ചേ. Thy kingdom come, thy will be done in earth as it is in heaven. യേശു പ്രാർത്ഥന പഠിപ്പിക്കാൻ പറയുക, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എവിടത്തെ പോലെ ആകണം. കണ്ടോ? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. Lord, let thy will be done as it is in heaven on earth. എവിടത്തെ പോലെ ആകണം? There is an agreement. There is an alignment. ഈ അലൈൻമെന്റ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ റിലത്തിൽ അത്ഭുതങ്ങളെ നാം കാണുന്നത്. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. ഞാൻ ഈ മുഖവരയാടി വാക്യങ്ങൾ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ മുഖവര പറയുകയാണ്. കൊലോസ്യ ലേഖനം 1:19-20 വാക്യം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ. ശ്രദ്ധിക്കണേ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ നോക്കിയ, ത്രൂ ദ സാക്രിഫൈസ് ഓഫ് Lord Jesus Christ, heaven and earth are reconciled and brought into agreement with God's eternal plan. ഒറ്റയാഗത്തിന് അത്ര പവർ ഉണ്ട്. Through that one sacrifice of Lord Jesus, heaven and earth became in one agreement. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16:19. മത്തായി 16:19. Hallelujah. Glory to God. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നോക്കി, ആരോട് പറയാ? പത്രോസിനോട് പറയാ. ഇവിടുത്തെ എന്തെങ്കിലും താക്കോൽ തരുന്നത് നല്ല പത്രോസാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. I give you the keys of the kingdom of heaven. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗ്ഗത്തിൽ. അപ്പൊ നോക്കിയേ പത്രോസേ, ഈ കീയുടെ പ്രത്യേകത, ഇവിടെ നീ കെട്ടുന്നത് അവിടെ കെട്ടപ്പെട്ടിരിക്കും. Are you coming with me? എഗ്രിമെന്റ് മനസ്സിലായോ? അലൈൻമെന്റ് മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവുമായി ഒന്നായ ദൈവം എപ്പോഴും ഓർത്തോണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവജനത്തിന്റെ പ്രിൻസിപ്പിൾ, ഈ പലർക്കും ഒരു തെറ്റിദ്ധാരണ ദൈവജനത്തിന്റെ അകത്തുണ്ട്. രക്ഷിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് യു ബിക്കേം ദ പാർട്ട് ഓഫ് ഇറ്റ്. നിത്യതയുടെ ഭാഗമായി നീ മാറി. നമ്മുടെ അകത്തെ മനുഷ്യൻ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞു. പുറത്തെ ജഡ മനുഷ്യൻ വീണ്ടെടുപ്പ് കാത്തു ജീവിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എറ്റേണൽ ലൈഫ് കെയിം. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും വസിക്കുക. I became the part of eternal life. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് നിത്യത കിട്ടുന്നല്ല. ആ ജീവിതം അർത്ഥമില്ലാത്ത ജീവിതമാണ്. യേശുവുമായി ഒന്നായി മാറി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നീ സ്വീകരിച്ചോ, നിന്റെ ലൈഫിനകത്ത് നിത്യത വന്നു കഴിഞ്ഞു. നീ ആ ലൈഫ് ആരംഭിച്ചു കഴിഞ്ഞു. നിന്റെ ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കും ഒരു സമയത്ത്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അകത്തെ മനുഷ്യൻ ഇപ്പൊ ആരെ പോലാ? യേശുവിനെ പോലാ. രാമൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? നോക്കി, ഇവിടെ പത്രോസിനോട് പറയുക, സ്വർഗരാജ്യത്തിന്റെ I am giving the keys of the kingdom of heaven. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും. അപ്പൊ നോക്കിയേ, ദൈവത്തിനെ സംബന്ധിച്ച് നീ ഭൂമി കെട്ടുന്നത് എവിടെ കെട്ടപ്പെടും? നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരത്ഭുതം കാണാൻ, ദൈവപ്രവൃത്തി കാണാൻ ഈ അലൈൻമെന്റ് നമ്മൾ മനസ്സിലാക്കണം. Heaven should come upon our life. Hallelujah. ദൈവരാജ്യത്തിന്റെ പദ്ധതികൾ നമ്മുടെ മേൽ ആക്ടിവേറ്റഡ് ആകണം. ഒരു വാക്യം കൂടെ വായിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെ. വെളിപ്പാട് 21:1-4 വരെ. ഞാൻ പുതിയ ആകാശവും
ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം മണവാട്ടിയെ പോലെ എവിടുന്ന് വരിക? കണ്ടോ കണ്ടോ കണ്ടോ? I saw the holy city, the new Jerusalem, coming down out of heaven from God. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. This verse describes the ultimate fulfillment of the agreement between heaven and earth, where God's presence is fully established on earth. In hallelujah, ഒരിക്കൽ ദൈവത്തിന്റെ സ്തോത്രം, hallelujah, God's purpose will be fully established here on earth. എന്നറിയാൻ ഒരു സമയം വരിക. രാമൻ പറഞ്ഞേ, എവിടുന്ന് ഇറങ്ങി വരുന്ന കണ്ടെന്നാ പറഞ്ഞത്? സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വന്നേ. 19-20 വാക്യങ്ങള്. മത്തായി 18-19-20. ഹല്ലേലൂയ. ഇനി പദം ശ്രദ്ധിച്ചോണേ. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേര് യാചിക്കുന്ന ഏത് കാര്യത്തിലും. യാചിക്കുന്ന പദത്തിന്റെ പകരം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് if two of you shall agree on earth in anything that they shall ask, it shall be done for them by my Father who is in heaven. അപ്പൊ ഇവിടെ രണ്ടുപേര് ഏതെങ്കിലും കാര്യത്തിന്റെ അകത്ത് എഗ്രിമെന്റിൽ വന്നാൽ, ദൈവജനത്തിന് കീയ എവിടുന്ന് ഉത്തരം വരും? സ്വർഗത്തിൽ വരും. സ്വർഗത്തിൽ നിന്ന് ഉത്തരം വരും. അപ്പൊ നോക്കിക്കേ, we are connected to heaven here now. അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചത്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. രാമൻ പറഞ്ഞ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ഇത് ദൈവത്തിന്റെ എന്തെങ്കിലും അത്ഭുതം, വിടുതൽ നാം പ്രാപിപ്പാൻ, പ്രത്യേകിച്ച് ഈ വർഷം ദൈവം അത് ചെയ്യും. ലിറ്ററലി we will see that. എത്ര പേര് രാത്രി പ്രാർത്ഥിതാവേ, ഈ പട്ടണത്തെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ സംബന്ധിച്ച് അവിടുത്തെ ഇഷ്ടം, heaven come down upon this land. ഈ രാജ്യത്തിന്റെ മേൽ, ഈ ദേശത്തിന്റെ മേൽ ദൈവമേ, സ്വർഗത്തിന്റെ എഫക്റ്റുകൾ, ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ നടക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കും. ഇത് തന്നെയുള്ള വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്തിൽ നടക്കേണ്ടത്. സ്തോത്രം. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ്? അവിടുത്തെ ഇഷ്ടം. നീ ഇവിടെ കെട്ടിയാൽ അവിടെ കെട്ടപ്പെടും, ഇവിടെ അടിച്ചാൽ അടിഞ്ഞിരിക്കുക. എഗ്രിമെന്റ് ആണ്. സ്തോത്രം. അലൈൻമെന്റ് സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം. അതുകൊണ്ടാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചുകൊള്ളം വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, സ്തോത്രം, ഹല്ലേലൂയ, താൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി വിശദീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ കർത്താവ് നന്ദി പറഞ്ഞ് ഇനി ഹല്ലേലൂയ ഇതിന്റെ ഗൗരവമുള്ള ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്തൂടെ ഈ ദൈവരാജ്യത്തിന്റെ എഫക്റ്റുകൾ, ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിന്റെ അകത്ത് നാം പുലർത്തേണ്ട കീ പ്രിൻസിപ്പിളുകളുണ്ട്. നാം ഇന്ന് രാത്രി അതിലേക്ക് വരികയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ മുഖവരെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ ഗൗരവമുള്ള ഭാഗത്തേക്ക് വരും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വേദഭാഗം നമുക്കൊന്നിച്ച് സ്തോത്രം വായിക്കാം. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 11 to 14. അവൻ യെരൂശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം, ഇനി ഞാൻ ഈ അധ്യായത്തിന്റെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. യേശു കർത്താവ് എവിടെ ചെന്നു? അവൻ യെരൂശലേം ദേവാലയത്തിന്റെ അകത്ത് ചെന്നു. ദേവാലയം എല്ലാം ചുറ്റിത്തിരിഞ്ഞ് കണ്ട്, സ്തോത്രം, അവിടെയുള്ള ഡിസോർഡറുകളെ മനസ്സിലാക്കി. ഇന്നിന്ന വിഷയങ്ങൾ ഓർഡറിലല്ല ഇരിക്കുന്നത്, ഇന്നിന്ന കാര്യങ്ങൾ ഹല്ലേലൂയ അവിടുത്തെ പാറ്റേണിലല്ല. യേശു താഴെ പറയുക, എൻ്റെ ആലയം എന്തല്ല, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. പക്ഷെ ഇപ്പോൾ എന്തായി മാറി? കള്ളന്മാരുടെ ഗുഹയായി മാറി. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പാറ്റേൺ അനുസരിച്ചല്ല ഇപ്പോൾ ആലയത്തിന്റെ കിടപ്പ്. യേശു ആലയത്തിന്റെ അകത്ത് ചുറ്റിത്തിരിഞ്ഞു കണ്ടു. എന്ന് പറഞ്ഞാൽ യേശു ഒരു സർവേ എടുത്തു.
എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കയ്യിൽ നാടൻ ഭാഷ പറഞ്ഞ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ചെക്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ പലതും ഓർഡറിലല്ല. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം. ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റി നോക്കിയ ശേഷം 12 വാക്യം വായിച്ചു. പിറ്റേന്നാൾ അവർ ബഥാനിയെ വിട്ടു പോരുമ്പോൾ. അപ്പൊ യേശു കർത്താവ് ഇപ്പോൾ എവിടെ താമസിക്കുന്ന അറിയാമോ? ബഥാനിയെ താമസിക്കുന്ന സമയമാണ്. അപ്പൊ കർത്താവ് ഒരു ദിവസം യെരൂശലേം ദേവാലയത്തിനകത്ത് വന്ന് എല്ലാം ചുറ്റി ഒരു സർവേ എടുത്തു. തിരിച്ച് യേശു ബഥാനിയെ ചെന്നു. പിറ്റേ ദിവസം രാവിലെ ഹല്ലേലൂയ കർത്താവ് ബഥാനിയെ വിട്ടു പോരുമ്പോൾ അന്ന് രാത്രി കർത്താവ് ഒരു കാര്യം ചെയ്തത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, 2-ാം അധ്യായത്തിലുണ്ട്. കർത്താവ് പിറ്റേ ദിവസം എങ്ങോട്ടാ പോകുന്നറിയാമോ? തലേ ദിവസം യെരൂശലേം ദേവാലയം ചുറ്റിത്തിരിഞ്ഞ് നോക്കി ഒരു സർവേ ഒക്കെ എടുത്തു. വീട്ടിൽ പോയി അന്ന് രാത്രി കർത്താവ് ഒരു വിപ്പ് ഉണ്ടാക്കി. കർത്താവ് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. നമ്മളൊരു ചമ്മട്ടി ഉണ്ടാക്കുകയാണ്. നിങ്ങളൊന്ന് ഭാവന കാണുക. ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അടിച്ചാൽ ഒക്കുമോ നോക്കും. അടിച്ചാൽ ഇതെങ്ങനെ തിരിച്ചു വരും, എന്നെല്ലാം വരും, എന്തെല്ലാം ഇളക്കങ്ങളുണ്ടാകും. ഇതെല്ലാം കർത്താവ് യേശു മനുഷ്യനായിട്ട് ഇതെല്ലാം ചെയ്തു. അപ്പൊ ശിഷ്യന്മാരൊന്ന് ശ്രദ്ധിച്ചേ. ശിഷ്യന്മാർ അതുവരെ കാണാത്തൊരു കാര്യം എന്ത് ചെയ്യുക? കർത്താവ് എന്തുണ്ടാക്കുക? കർത്താവിന്റെ മുഖത്തൊരു ഭാഗവ്യത്യാസമുണ്ട്. ആലയത്തിൽ ചെന്ന് കണ്ടിട്ട് അവിടെ കാണരുതാത്തത് പലതുണ്ട്. രാത്രി വീട്ടിൽ പോയി ചമ്മട്ടി ഉണ്ടാക്കുക. ശിഷ്യന്മാര് നിങ്ങൾ ഭാവന കാണുക. ദൂരവേ നോക്കി തോമസ് പത്രോസിനോട് പറഞ്ഞു, എടാ മാസ്റ്റർ ഈസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ടുഡേ. ഹി ഈസ് ഡൂയിങ് സംതിങ് വിച്ച് വി ഹാവൻറ്റ് സീൻ അപ് ടിൽ നൗ. എന്തുണ്ടാക്കുവാണ്? വിപ്പുണ്ടാക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് യേശു ഒരു കാര്യം ചെയ്തു. രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ട് പോവുക? യെരൂശലേമിലേക്ക് പോവുക, ദേവാലയത്തിലേക്ക് പോവുക. പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശു ഒരു കാര്യം കണ്ടു. എന്താ കണ്ടത്? അത്തിവൃക്ഷം. കർത്താവിന് വിശന്നിട്ട് എന്ത് നോക്കി? അത്തിവൃക്ഷം ദൂരമേ കണ്ടു. എന്തുണ്ടാകത്തല്ല, ഇലയുണ്ട്, പക്ഷെ ഫലമില്ല. നിങ്ങൾ ഇവിടെ വേഗത്തിൽ വരണം. യേശു അത്തിയെ നോക്കി ശപിച്ചു. എന്തോ പറഞ്ഞത്? അടുത്ത വാക്യം. അവൻ അതിനോട്, ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഫലം തിന്നാതിരിക്കട്ടെ എന്ന് യേശു ഒരു ഫലം പറഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ വിഷയം ഇതാണ്. Our heart should be aligned with our mouth if we want to see the miracles and the power of God. റിസൾട്ടുകൾ ഇനി കാണണമെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ആദരവും തമ്മിൽ അലൈൻഡ് ആയിരിക്കണം. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ യേശുവിന്റെ മിനിസ്ട്രിക്കകത്ത് കണ്ടത്. ഹെവൻ became aligned with earth. ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ റിസൾട്ടുകൾ കണ്ടു എന്നതുപോലെ ദൈവത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് റിസൾട്ട് കാണാൻ നിന്റെ ഹൃദയവും നിന്റെ ആദരവും അലൈൻഡ് ആയിരിക്കണം. യേശു അത്തിയെ നോക്കി, അത്തിയിൽ ഫലം കണ്ടില്ല. എന്തുവാ യേശു ചെയ്തത്? യേശു അത്തിയെ നോക്കിയപ്പോൾ നിന്നിൽ നിന്ന് ഇനി ഒരു നാളും ഫലമില്ലാതെ പോകട്ടെ. ഇത്രയും യേശു ഒറ്റ പദം പറഞ്ഞു. പദം പറഞ്ഞ യേശു അങ്ങോട്ട് പോയി? ദേവാലയത്തിലേക്ക് പോയി. അടുത്ത വാക്യം വായിച്ചു. യെരൂശലേമിലെത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്ത്രവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു. നമുക്ക് ആ ചരിത്രം അറിയാം. യേശു കർത്താവ് ആലയത്തെ ശുദ്ധീകരിച്ചു. ശ്രദ്ധിക്കണേ, ആലയം കർത്താവ് ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്താ പോയത്? അത്തിയെ ശപിച്ചിട്ടാ പോയത്. യേശു അന്ന് വൈകിട്ട് ആലയം ശുദ്ധീകരിച്ചു വീണ്ടും തിരിച്ച് ബഥാനിയെ വന്നു. പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ 24 hours കൃത്യം എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ പത്രോസ് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. അതിന് താഴോട്ട് വായിക്കുമ്പോഴുണ്ട്, വൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അതേത് വാക്യവാ? 20-ാം വാക്യം. ഇൻ ദ മോർണിംഗ്, രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് അപ്പൊ നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് കർത്താവ് ശുശ്രൂഷയ്ക്ക് പോവാൻ ശിഷ്യന്മാർ കൂടെ ഉണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോ പത്രോസ്, എടാ എല്ലാ മരത്തേലും ഇലയുണ്ടോ, ഒരു മരത്തെ മാത്രമേ ഉണങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് മനസ്സിലായി ഇത് ഇന്നലെ യേശു ശപിച്ച അത്തിയ. 24 hours കൊണ്ട് അത്തി ഉണങ്ങിപ്പോയി. പെട്ടെന്ന് പത്രോസ് എല്ലാവരും വിവരം അറിയിച്ചു, ഇത് കണ്ടു ഇന്നലെ കർത്താവ് ശപിച്ച സാധനമാണ്. അടുത്ത വാക്യം വായിച്ചേ. യേശു അവരോട് പറഞ്ഞ പദം ശ്രദ്ധിച്ചോണേ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ,
ആരെങ്കിലും തന്റെ ഹൃദയം, ആരെങ്കിലും നോക്കിയ പദം ശ്രദ്ധിച്ചോണം, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട്, ചെറിയ കാര്യമൊന്നും യേശു പറഞ്ഞത്, ഒരു വലിയ മലയോട് മാറി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എപ്പോ സംഭവിക്കും? യേശു പറയുകയാണ്, ഇതെല്ലാം ഭയങ്കര വിശുദ്ധീകരിക്കേണ്ട ഭാഗമാണ്. യേശു യെരൂശലേമിനെ വിശുദ്ധീകരിക്കുന്ന അത്തിയെ ശപിച്ചു, അത്തി ക്ഷണത്തിലുണങ്ങിപ്പോയി. കർത്താവ് പറയുകയാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും പദം ശ്രദ്ധിച്ചോണം, ഹൃദയത്തിൽ, നിന്റെ അതരം കൊണ്ട് മാത്രം, പലപ്പോഴും നമ്മുടെ അതരത്തിൽ നിന്ന് പുറത്തു വന്ന വാക്കുകൾക്ക് ഹൃദയവുമായി യാതൊരു ബന്ധവുമില്ല. ഹൃദയമായി ബന്ധമില്ലെങ്കിൽ we will not see results. പലരുടെ ഹൃദയം അതരമായി കണക്റ്റ് അല്ല. വായ കൊണ്ട് ഇഷ്ടം പോലെ വരുന്നെല്ലാം പറയും. സ്തോത്രം, ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അകത്ത് കിടക്കുന്ന സാധനമേ പറയുന്നത്. വായിച്ചേ, താഴോട്ട് വായിച്ചേ, സമയം പോകുന്നു, പെട്ടെന്ന് വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന്. ഈ വിശ്വാസം എവിടുന്നാ ഉണ്ടാകേണ്ടത്? ഹൃദയം. വിശ്വാസം എവിടാ? ഇവിടെ അല്ല, ഇവിടെ. അപ്പൊ ലഭിച്ചൊന്ന് വിശ്വസിപ്പിക്കും. അപ്പം നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടിക്ക് നമ്മുടെ ഹാർട്ടിന്, സ്പിരിച്വൽ ഹാർട്ടിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് നിന്നോട് ആരെങ്കിലും പറഞ്ഞ ദൂത് നിനക്ക് നിന്റെ ജീവിതത്തിൽ നിറവേറിയില്ലെങ്കിൽ അതിന്റെ കാരണം നിന്റെ ഹൃദയം ദൂരത്തെവിടെയോ ആണ്. കർത്താവുമായിട്ടും ദൈവത്തിന്റെ വചനവുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. Who is responsible? You are responsible. ദൂത് പറഞ്ഞ ആളല്ല കുറ്റക്കാരൻ, നീ ആ റെസ്പോൺസിബിൾ. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പാപങ്ങളെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നോക്കിയേ, അത്ര പറഞ്ഞത് കർത്താവ് പറയുക, ഹൃദയത്തിന്റെ ഒരു പ്രശ്നം കർത്താവ് പറയുക, യു ഹാവ് ടു ക്ലീൻ അപ്പ് യുവർ ഹാർട്ട്. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞൊരു ദൈവശബ്ദമുണ്ട്, നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? ഡെലിജന്റ്ലി സൂക്ഷിച്ചോണം. കാരണം എനിമീസ് അറ്റാക്കിങ് അവർ ഹാർട്ട്. നിന്റെ ഹൃദയം പിശാച് അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഹൃദയം അറ്റാക്ഡ് ആണെങ്കിൽ, സ്തോത്രം, you will never align your mouth with it. You will not be able to align your mouth with the heart. You will be living disconnected Christian life and hence you will not see results. രാമൻ പറഞ്ഞേ, യേശു പ്രാർത്ഥന ശ്രദ്ധിച്ചോ? ആ ഭാഗം നിങ്ങൾ അധ്യായം പോയി വീട്ടിൽ പോയി ധ്യാനിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം യേശു അത്തിയെ ശപിച്ചു, പിന്നെ ആലയത്തിനകത്ത് വിപ്പ് കൊണ്ടുപോയി. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. എന്നിട്ട് കർത്താവ് താഴെ ആ അധ്യായം അവസാനിപ്പിക്കുന്നത് പറയുക, യു ഹാവ് ടു ക്ലീൻ അപ്പ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിനകത്ത് ഒഫൻസും അൺഫോർഗീവ്നെസ്സും ബിറ്റർനെസ്സും ഇതെല്ലാം അകത്തിരുന്നാൽ യു വിൽ നെവർ ബി ഏബിൾ ടു അലൈൻ യുവർ മൗത്ത് വിത്ത് യുവർ ഹാർട്ട്. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടിടാൻ പിശാച് ശ്രമിക്കുന്നത് എന്താ? കയ്പ്, ഒഫൻസുകള്, ഹല്ലേലൂയ, ബിറ്റർനെസ്, ഹേറ്റ്രഡ്, ഇതെല്ലാം അകത്തു കൊണ്ടിട്ട് ഇടുന്നതിനെന്നറിയാമോ? നിന്നെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയാ. നിന്റെ ജീവിതം റിസൾട്ട് ഇല്ലാതായി പോകുക പിശാചിന്റെ ലക്ഷ്യം. യേശു പറഞ്ഞ പദ്ധതി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പീൻ. ഇടയ്ക്കിടെ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, മനുഷ്യൻ നമുക്ക് ചില ഭാരം ചിലം വരാം. നമ്മൾ കർത്താവ് പറയാം, ലോർഡ് ഐ ഫർഗീവ് ദോസ് പീപ്പിൾ. പേര് പറഞ്ഞ പറയണം, who have harmed us, wronged us. ഇത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. കർത്താവേ, ഞാൻ forgiveness എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മുടെ ഡിസിഷനാണ്. ചിലപ്പോൾ നമ്മൾ ഓർത്തെന്ന് വരാം, hallelujah, Lord I forgive that person purposefully and willfully. ഇത് നമ്മൾ ചെയ്യണം. ഇത് നമ്മുടെ we have to clean up our heart. അടുത്ത വാക്യം, അവരോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ.
നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അപ്പൊ നോക്കിക്കേ, എവിടെ ഹാർട്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. ഞാൻ റിസൾട്ട് ഉണ്ടാകാനുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഒരിക്കലും പറയല്ലേ പറഞ്ഞ ദൂത് നിവൃത്തിയായില്ല, റിസൾട്ട് ഉണ്ടായെന്ന് ഒരിക്കലും പറയല്ലേ. റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ ഹാർട്ട് ദൂരത്ത് എവിടെയോ ആണ്, നിന്റെ മൗത്തുമായി അലൈൻഡ് ആയിട്ടില്ല. ഹല്ലേലൂയ. റോമലേഖനത്തിലേക്ക് വന്നേ, 10-ാം അധ്യായം. റോമലേഖനം 10-ാം അധ്യായം, അതിന് 10-ാമത്തെ വാക്യം വായിച്ചേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. റോമലേഖനം 10-ാം അധ്യായം 19 വായിച്ചോട്ടെ. Glory to God. Brothers and sisters, my heart's desire and pray to God for the Israelites is from verse 6 onwards. But the righteousness that is by faith says, do not say in your heart, who will ascend into heaven. That is to bring Christ down. വിശ്വാസത്താലുള്ള നീതിയോ ഇവനമ്മ പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ. അടുത്ത വാക്യം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എവിടെ പറയലെന്നാ? ഹൃദയത്തിൽ പറയല്ലേ. അടുത്ത വാക്യം, എന്നാൽ അതെന്തു പറയുന്നു? അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പൊ നോക്കി, അലൈൻമെന്റ് ശ്രദ്ധിച്ചോ. വചനം നിനക്ക് സമീപമായും. ആരും പറയല്ലേ എന്റെ വിഷയത്തിന് മറുപടി ഉണ്ടായില്ല, നടന്നില്ലെന്ന് പറയല്ലേ. ആ വാക്യം ശ്രദ്ധിച്ചേ. ഇത് അപ്പോസ്തലൻ പൗലോസ് ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കോട്ട. ആര് കർത്താവിനെ ഇറക്കണം എന്ന് വിചാരിച്ച്, 7-ാം വാക്യം, ഇറക്കണം എന്ന് വിചാരിച്ച് സ്വർഗത്തിൽ കയറുമെന്നോ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. നിന്റെ വിടുതൽ എവിടെ ഉണ്ട്? നിനക്ക് സമീപമായി നിൽക്കുക. 8-ാം വാക്യം, വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എത്ര പേർ ഹൃദയത്തിനകത്ത് വചനമുണ്ട്? വചനമുണ്ട് എത്ര പേർ ഹൃദയത്തിനകത്ത്? ഹല്ലേലൂയ. റിസൾട്ട് കാണണമെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് വചനം വേണം. ഇന്നലത്തെ സാഹചര്യം ആയിരിക്കത്തില്ല നാളത്തെ ആയിരിക്കത്തില്ല മറ്റന്നാള്. സ്തോത്രം. പക്ഷെങ്കിൽ എവരിഡേ നിന്റെ ഹൃദയത്തിനകത്ത് വചനം ഉണ്ടായിരിക്കണം. വചനം നിനക്ക് സമീപമായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അടുത്ത സുഹൃത്തുക്കൾ പലരുമുണ്ട്. നിന്റെ സുഹൃത്തുക്കൾ നിന്നോട് അടുത്തിരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ ആമേൻ വചനം നിനക്ക് സമീപമായിരിക്കണം. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും. അതാ ഞാൻ പ്രസംഗിക്കുന്ന വിശ്വാസം. അടുത്ത വാക്യം, യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു. നമ്മൾ ആ ഭാഗം അവിടെ നിൽക്കുമ്പോൾ പൗലോസ് എവിടുന്ന ഈ ഭാഗം എടുത്തു നോക്കാം. ആവർത്തന പുസ്തകത്തിലേക്ക് വന്നേ, 30-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം. ഗ്ലോറി ടു ഗോഡ്. 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തനം 30-ന്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്ക. പഴയ നിയമത്തിന്റെ അകത്ത് പറഞ്ഞ് മോശ എഴുതി വെച്ചിരിക്കുക, ആര് സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം. സ്വർഗത്തിലല്ല, ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം. അത് സമുദ്രത്തിന് അക്കരെയുമല്ല, നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപം. ആരോടാ പറഞ്ഞറിയാമോ? ഇസ്രായേലിനോട് പറയാ, വചനം നിനക്ക് ഏറ്റവും സമീപമായും നിന്റെ വായിലും. കാരണം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഇറങ്ങി തിരിച്ച ജനമാണ്. അവര് കൂടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ ഈ മരുഭൂമി കൊല്ലാനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇടയ്ക്ക് അവര് മോശെ 40 ദിവസത്തെ കണ്ടില്ല. അവസാനം ജനമെല്ലാം കൂടെ പറഞ്ഞു, മോശ പോയടാവേ, ഇനിയിപ്പോ നമ്മളെ വഴി നടത്താൻ ദൈവം വേണം. അതുകൊണ്ട് കഴുത്തേ കിടക്കുന്ന സാധനവും ചെവിയെ കിടക്കുന്ന സാധനവും കയ്യിലുള്ള സ്വർണ്ണം എല്ലാം കൊടുത്തു, നമുക്ക് എന്തോ ചെയ്യാം, ഇതിനെല്ലാം ഉരുക്കി ഒരു കാളക്കുട്ടിയാക്കിയേക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അവർ ഹൃദയം എവിടാ? ദൂരത്താ. അപ്പൊ അവർക്ക് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, ഹല്ലേലൂയ, വചനം നിനക്ക് സമീപത്തും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അടുത്ത വാക്യം,
അടുത്ത വാക്യം. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകയും നീ കൈവശമാക്കുവാൻ ജീവിച്ചിരുന്ന് എന്തോ ചെയ്യണം? പെരുകണം. ഇത് ഇവിടുത്തെ അനുഗ്രഹമാണോ സ്വർഗത്തിലെ അനുഗ്രഹമാണോ? ഇവിടുത്തെ അനുഗ്രഹമാണ്. ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴികളിൽ നടപ്പാനും. 14 വാക്യം. ഏത് വാക്യം വായിച്ചത്? 16. ഓക്കെ, 19 വാക്യം വായിച്ചോ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നത് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി ആകാശത്തെയും ഭൂമി ഞാൻ സാക്ഷിയായി നിർത്തുക. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തെരഞ്ഞെടുത്തോണം. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകും. അപ്പൊ നോക്കിക്കേ, ഇത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ മുമ്പിൽ ഇത് വെച്ചിരിക്കുക. ചിലര് പറയാറുണ്ട്, ഇവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും വേണ്ട, എനിക്ക് സ്വർഗത്തിലെ അനുഗ്രഹം മാത്രം മതി. എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ദുഃഖമാണ് തോന്നുന്നത്. എന്തോ ഭോഷത്തിലോ പറയുന്നത് എനിക്കറിയത്തില്ല. ഈ വാക്യത്തിന് തന്നെ ഇവിടുത്തെ അനുഗ്രഹം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവിന്റെ വചനം പറയുകയാണ്, റിസൾട്ട് ഉണ്ടായിരിക്കണം. റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ഹാർട്ട് ആൻഡ് അവർ മൗത്ത് ഷുഡ് ബി അലൈൻഡ്. വചനം നിനക്ക് സമീപമായിരിക്കുക. ഇത് നമ്മുടെ മുമ്പിൽ ജീവനും മരണം വെച്ചിരിക്കുക, അനുഗ്രഹവും ശാപം വെച്ചിരിക്കുക. ഏത് തിരഞ്ഞെടുക്കണം? ജീവൻ തിരഞ്ഞെടുക്കണം, അനുഗ്രഹം തിരഞ്ഞെടുക്കണം. ഒരാമൻ പറഞ്ഞേ, അനുഗ്രഹം മതിയെന്ന് പറയുന്ന ഒരാമൻ പറഞ്ഞേ. ചിലർക്ക് അനുഗ്രഹം വേണ്ട എന്നുള്ളതാ. അനുഗ്രഹം, സ്തോത്രം, ജീവനും മരണവും അനുഗ്രഹം. ഇത് നമ്മുടെ ആദരമാണ്. നമ്മുടെ ആദരം കൊണ്ട് ജീവന്റെ പദമേ പറയാവൂ. നിനക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിന്റെ ലൈഫ് കാണണമെങ്കിൽ ലൈഫ് ഉണ്ടാകുന്ന പദം പറയണം. അനുഗ്രഹമാ വേണ്ടതെങ്കിൽ അത് നമ്മൾ വിളിച്ചു പറയണം. ഈ ദൈവജനത്തിന്റെ അകത്ത് ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന പദം ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്ന പദമാണ്. അതിന്റെ മെയിൻ കാരണം ഈ മലയാളത്തിലെ ഇത്രയും പ്രശ്നമുള്ളത്. ഞാനും മലയാളം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കും പ്രശ്നമുണ്ട്. പക്ഷെ മൂലഭാഷ എന്നുള്ള ട്രാൻസ്ലേഷൻ വായിച്ചപ്പോഴാണ് ഉള്ള കാര്യം മനസ്സിലായത്. ഇപ്പൊ എനിക്കും അനുഗ്രഹം വേണം, ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വന്നേ, 3-ാം അധ്യായത്തിലേക്ക് വന്നാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം, അതിന്റെ 3 മുതൽ വായിച്ചാട്ട്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം, അതിന്റെ 3 മുതൽ വേദഭാഗം. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. അപ്പൊ നോക്കിയേ, കുതിരയെ കടിഞ്ഞാണിടാനായിട്ട് എന്തോ ചെയ്യും? അതിന്റെ വായിൽ ഒരു കടിഞ്ഞാണിടും. കപ്പലും എത്ര വലുതാണെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് എന്നതുപോലെ വായിച്ചേ. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം, നാവ് ഒരു ചെറിയ അവയവമാണ്. വളരെ വമ്പ് പറയുന്നു. പക്ഷേ എന്നെ വേറെ പ്രശ്നമുണ്ട്. ഇത് വമ്പ് പറയുന്നൊരു സാധനമാണ്. വമ്പ് പറയാൻ കാരണം ഹൃദയവുമായി കണക്റ്റ് അല്ല. ഹൃദയം ദൈവവുമായി കണക്റ്റ് അല്ല. ഹൃദയത്തിന് വചനമില്ലാത്തത് കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, വമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത വാക്യം. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അപ്പൊ നാവ് എന്തുവാണ്? നമ്മുടെ അധരത്തെ നാം ജീവൻ അനുഭവിക്കാൻ, അനുഗ്രഹം അനുഭവിക്കാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ അധരത്തെ നാം വളരെ സൂക്ഷിച്ചോണം. ഇത് വമ്പ് പറയുന്നതാണ്. സ്തോത്രം. ഒരു ചെറിയ അവയവം വലിയ കാട് കത്തിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നമ്മുടെ അധരത്തെ നാം സൂക്ഷിക്കണം. അടുത്ത വാക്യം വായിച്ചു. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി. അപ്പൊ നോക്കിയേ, ഈ ചെറിയ അവയവത്തിന് പ്രത്യേകതയുണ്ട്. നമ്മളെ തന്നെ ഇത് മലിനമാക്കാൻ സാധ്യതയുണ്ട്. അടുത്ത വാക്യം. ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ഉള്ള നിത്യതയും കൂടെ നഷ്ടമാക്കി ആകപ്പാടെ നാശകോടാലിയാകാൻ വേറെ കാര്യമൊന്നും ചെയ്യണ്ട. ഈ അധരം വിചാരിച്ച കാര്യം നടക്കും. ആമേൻ പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ അധരത്തെ
വളരെ സൂക്ഷിക്കുക. അടുത്ത വാക്യം. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു. 8-ാം വാക്യം വായിച്ചു. 8 മുതൽ. നാവിനെയോ മനുഷ്യർക്കാർക്കും മറുക്കാവതല്ല. നാവിനെയോ മനുഷ്യർക്കാർക്കും മറുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. കണ്ടോ? നാവിന്റെ അതെന്തോ ഇരിക്കുക, ഇതിനെ മനുഷ്യർക്ക് അടക്കാൻ ഒക്കുകയില്ല. കാരണം ഹൃദയത്തിന്റെ അകത്ത് എന്നതേലും സാധനം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നാവിക്കൂടെ പുറത്തു വന്നോണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ കയ്പാ ഉള്ളതെങ്കിൽ എന്ത് പുറത്തു വരും? അത് പുറത്തു വരും. വിദ്വേഷമുള്ളതെങ്കിൽ അത് പുറത്തു വരും. അകത്ത് പാപമായിരിക്കുന്നതെങ്കിൽ ഇത് ചിലരുടെ വാതരത്തിൽ നിന്ന് വളരെ മോശമായ പദം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ രാജ്യത്തിലൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് എന്തോ ഇരിക്കുന്നത്, ഇതിരിക്കുക, ഇത് പുറത്തു വരിക. ഇവിടെ നോക്കിയാൽ വചനം പറഞ്ഞു നോക്കിയേ, നാവിനെ മനുഷ്യർക്ക് ആർക്കും അടക്കാവതല്ല, മരിക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അടുത്ത പദം. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അപ്പൊ നോക്കിയേ, ഈ നാവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുക. അപ്പൊ നോക്കിയേ, നമ്മുടെ ഹൃദയം കർത്താവുമായി യാതൊരു ബന്ധമില്ലെങ്കിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഇവിടെ വന്ന് ഗ്ലോറി ടു ഗോഡും പ്രൈസ് ലോഡും എല്ലാ ആക്ഷനും കാണിച്ച് കർത്താവിനെ ആരാധിക്കാം. പക്ഷെ ഹൃദയം എവിടെ ഇരിക്കുക? കർത്താവുമായി യാതൊരു ബന്ധവുമില്ല. അടുത്ത വാക്യം. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. അപ്പൊ ഒരു വായിൽ ആരാധന പുറപ്പെടുന്നു, അതേ വായിൽ കൂടെ എന്താ പുറപ്പെടുക? ശാപം പുറപ്പെടുക. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഇങ്ങനെ ആയിരിക്കുന്നത് എന്തല്ല? ദൈവ പൈതലിന് യോഗ്യമല്ല. എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര സ്നേഹം, അയ്യോ ഇതുപോലത്തെ ഒരാളിനെ കണ്ടിട്ടില്ല, അങ്ങോട്ട് തിരിഞ്ഞ് മാറിയച്ച് നേരെ തിരിച്ച്. രാമൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് എന്തല്ല? യോഗ്യമല്ല. ഇത് നിന്നെ എങ്ങോട്ട് കൊണ്ടുവച്ചു പോകുന്നറിയാവോ? നരകത്തിലോട്ട് കൊണ്ടുപോകും. രാമൻ പറ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഒരേ വായിൽ ആരാധനയ്ക്ക് വന്ന് ഇവിടെ നമുക്കെല്ലാ പുറമേയുള്ള പ്രകടനം കാണിക്കാം. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി ഒരുത്തൻ കുറുക്ക്, നമ്മുടെ വണ്ടിക്ക് ഒരുത്തൻ കുറുക്ക് ചാടിയാൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ ആരാധനയുടെ എല്ലാ എഫക്റ്റും പോയി. പിന്നെ അന്നേരം വായി വരാത്ത എല്ലാ നമ്മൾ ഡിക്ഷണറിക്കകത്തില്ലാത്ത എല്ലാം എവിടെ നിന്ന് വരും എന്നറിയത്തില്ല. അനുഭവം ഉണ്ടോ? ഉണ്ടണ്ട. ഇപ്പൊ ആരും കൈയൊന്നും പോക്കണ്ട. ഇവിടുന്ന് ഇറങ്ങി 10 മിനിറ്റ് ആയിട്ടില്ല, ഒരുത്തൻ കുറുക്ക് ചാടിയാൽ എല്ലാ സാധനവും ക്ഷണത്തിൽ പുറത്തു വരും. എന്നാ കാര്യം എന്നറിയാമോ? ഹൃദയം കറക്റ്റ് ആയിട്ടില്ല. രാമൻ പറഞ്ഞേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ഇത് നമുക്ക് യോഗ്യമല്ല. അടുത്ത വാക്യം. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ട്. അപ്പൊ നോക്കിയേ, ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുക. സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? അത്തിവൃക്ഷം ഒലിവലം കായ്ക്കുമോ? മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ അതരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ അതരത്തിൽ, യാക്കോബ് അതരത്തെ കുറിച്ച് മാത്രം പറഞ്ഞ ഭാഗമാണ്. അപ്പൊ അതരത്തിൽ നിന്ന് ഈ പുറത്തു വന്ന ഈ കാര്യം എന്താ? അതിന്റെ പ്രശ്നം എന്നറിയാമോ? ഉറവ കറക്റ്റ് അല്ല. എന്തുകൊണ്ടാ റിസൾട്ട് കാണാൻ ഒക്കുന്നില്ലെന്ന് അറിയാമോ? കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചത് റിസൾട്ടുകൾ കാണാനാണ്. നമ്മുടെ ജീവിതത്തിൽ റിസൾട്ടുകൾ ഉണ്ടാകണം. റിസൾട്ട് കാണണമെങ്കിൽ ഹല്ലേലൂയ, നീ കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ ആര് കയറിപ്പോ നീ പറയണ്ട. വചനം നിനക്ക് സമീപമാണ്. വചനം നിന്നോട് ചേർന്നിരിക്കണം. വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ഹൃദയവും നിന്റെ ആദരവും അല്ലാണ്ടായിരിക്കണം. ഒന്നും പറയാൻ നിനക്കില്ലെങ്കിലും വചനം വായിക്കൊണ്ട് പറ, അത്ഭുതങ്ങളെ കാണും. രാമൻ പറഞ്ഞപ്പോ ഉറവയായി പ്രശ്നം. ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുക. സ്തോത്രം. ആ ഭാഗം വായിച്ചു തീർന്നു. സ്തോത്രം. അപ്പം ഒരേ ഉറവയിൽ നിന്ന് മധുരം. മത്തായി സുവിശേഷത്തിൽ വന്നാണ് 15-ാം അധ്യായം
ഞാൻ വേഗത്തിൽ നിർത്താം. 15 മത്തായി സുവിശേഷം 15 അധ്യായം. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. മത്തായി സുവിശേഷം 15 അധ്യായം 7-ാം വാക്യം. കപടഭക്തിക്കാരെ, നിങ്ങളെ കുറിച്ച് യെശയ്യാവ് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അപ്പൊ നോക്കിയേ, യെശയ്യാ മത്തായി സുവിശേഷത്തിന്റെ അകത്ത് കർത്താവ് പറയുകയാണ്, കപടഭക്തിക്കാരെ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. കണ്ടോ നോക്കിയേ, പഴയ നിയമത്തിന് അതൊരു ഭാഗം അടർത്തി വെച്ചിരിക്കുക. ഈ ജനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവവൈതലിനെ കുറിച്ച് ഒരിക്കലും കർത്താവ് ഇങ്ങനെ പറയാൻ ഇടവരരുത്. നമ്മളിപ്പം പറയുന്നത് തന്നെ ആയിരിക്കണം പിന്നെ പറയുന്നത്. രണ്ട് ഭാവങ്ങൾ ആരാധനയ്ക്കകത്ത് വരുമ്പോൾ ഒരു ഭാവവും, ആരാധനയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് വേറൊരു സ്വഭാവം ആകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ജനം ആദരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറമെയുള്ള എല്ലാ എക്സ്പ്രഷനും ഉണ്ട്. സ്തോത്രം, ആരും പറയത്തില്ല മോശമാണ്. പുറമെ എല്ലാം ഉണ്ട്. ആദരം കൊണ്ട് ബഹുമാനിക്കുക. ഈ ആദരം കൊണ്ട് ബഹുമാനിക്കുന്നവരെ വളരെ സൂക്ഷിച്ചോണം. ചിലരങ്ങനെ ആദരം കൊണ്ട് ആദരം കൊണ്ട് ഭയങ്കര ബഹുമാനമാണ്. അയ്യോ, ഈ ദൈവം ഉപയോഗിച്ചൊരു കർത്താവിന്റെ അഭിഷേകത്തിന് കർത്താൻ ദാസൻ ഡെറിക് പ്രിൻസ്, ആ കർത്താൻ ദാസൻ പറഞ്ഞേക്കുന്ന ഒരു പദം ഞാൻ കടമെടുത്ത് പറയുക. ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ ആ കർത്താവിന്റെ ദാസിന്റെ അടുക്കൽ ഒരാൾ വന്നൊരിക്കൽ പറഞ്ഞു, അയ്യോ ബ്രദർ ഡെറിക്, നിന്റെ ഇന്നത്തെ പ്രസംഗം പോലെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടേ ഇല്ല. ആ ദൈവദാസനെ മറുപടി എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, നീ പറയുന്നതിന് മുമ്പ് പിശാചു അത് പറഞ്ഞ. അപ്പൊ ഇവൻ ആരുടെ വേഷത്തിലാണ് വന്നേക്കുന്നത്? സ്തോത്രം. അപ്പൊ നോക്കിയേ, അത്തരം കൊണ്ട് ബഹുമാനിക്കുന്നവരെ വളരെ സൂക്ഷിച്ചോണം. കാര്യസാധ്യത്തിന് പലരും പറയുന്നത്. അടുത്ത വാക്യം, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയവംശയം, ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. യേശു പറഞ്ഞ പദം മറക്കരുത്. അത്തിയെ നോക്കി യേശു ഒരു പദം പറഞ്ഞു, ക്ഷണത്തിലുണങ്ങിപ്പോയി. യേശു പറയുക, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും ഹൃദയം കൊണ്ട് അവന് പദം വിശ്വാസത്തോടെ പറഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. ഈ അലൈൻമെന്റ് വന്നിരിക്കണം. ഈ ആദരം കൊണ്ട് എന്നെ ജനം ബഹുമായി, എങ്കിലും ഹൃദയം എന്നെ വിട്ട് ദൂരെ തകർന്നിരിക്കുന്നു. അടുത്ത പദം വായിച്ചാട്ടെ. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. 11-ാം വാക്യം. മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല. മനുഷ്യൻ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല. വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ. അപ്പൊ ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്താണ്? നമ്മുടെ അതരത്തിൽ നിന്ന് പുറത്തു വരുന്ന പദം. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്ന്, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. 15-ാം വാക്യം വായിച്ചാട്ടെ. പത്രോസ് അവനോട്, ആ ഉപമ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചിടണമെന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, നിങ്ങളും ഇന്ന് വരെ ബോധമില്ലാത്തവരോ? വായിക്കകത്ത് കടങ്ങുന്നതെല്ലാം വായിച്ചു ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു. വായിക്കകത്ത് ചെല്ലുന്നതല്ല, നമ്മൾ കഴിക്കുന്നതല്ല, ഉദരത്തിൽ ചെല്ലുന്നു, അത് പോകേണ്ടടുത്ത് പോകുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അപ്പൊ വായിൽ നിന്ന് പുറപ്പെടുന്നത് എവിടുന്ന് വരുക? ഹൃദയത്തിൽ നിന്ന് വരിക. ഞാൻ പറഞ്ഞു വരുന്നത്, നീ ദൈവ പൈതലാണെങ്കിൽ നിന്റെ ഹൃദയം ദൈവമായി കറക്റ്റ് ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ആദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് എവിടുന്ന് വരിക? ഹൃദയത്തിൽ നിന്ന് വരുന്നു. അടുത്ത പദം 19-ാം വാക്യം. വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഇതത്രേ. അപ്പൊ ഇത് എവിടുന്ന് വരിക? അകത്തുനിന്ന് വരുന്നതാ. ദുശ്ചിന്ത, കൊലപാതകം, മോഷണം, വ്യഭിചാരം, ഈ പുറമേയുള്ള പ്രവൃത്തി എല്ലാം വെളിപ്പെടുന്നത് എവിടുന്ന് വരുന്നതാ? അകത്തുനിന്ന് വരുന്നതാ. അപ്പൊ ഈ വർഷം റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. നമ്മുടെ ഹൃദയം വചനപ്രകാരം അലൈൻഡ് ആയിരിക്കണം. നമ്മുടെ ഹൃദയവും ആദരവും തമ്മിൽ അലൈൻഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ടുകളെ കാണും. സ്തോത്രം, ഹല്ലേലൂയ. യേശു പറയുക, ഇതെല്ലാം എവിടുന്ന് വരും? ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഹൃദയം എന്നെ വിട്ട്
പുറമെ അവർ അധരം കൊണ്ട് ബഹുമാനിക്കുന്നുണ്ട്. സ്തോത്രം. ഇത് ദൈവമക്കളെ കുറിച്ച് പറയുക, അധരം കൊണ്ട് ഇസ്രായേലിനെ കുറിച്ച് പറയുക, അധരം കൊണ്ട് ഇവർ ബഹുമാനിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഹൃദയം എന്നെ വിട്ട് ദൂരത്ത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം, ഒരു പ്രഷർ വരുമ്പോൾ, തീച്ചൂളയുടെ അനുഭവം വരുമ്പോൾ, വെള്ളമില്ലാതെ വരുമ്പോൾ, ആഹാരമില്ലാതെ വരുമ്പോൾ അവരുടെ ഭാഷയുടെ രീതി മാറും. പിന്നെ അത് പിറുപിറുപ്പായി മാറും. പിന്നെ അത് അവൻ മോശക്കെതിരെയുള്ള സംസാരമായി മാറും. ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ അമ്മ പറഞ്ഞത്, ഹൃദയം ഞാനുമായി യാതൊരു ബന്ധമില്ല, ഹൃദയം എന്നെ വിട്ട് ദൂരത്താണ്, അവരെ ആദരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുക. വചനത്തിന് ഒന്നാം പ്രാധാന്യം കൊടുക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരവർ പുസ്തകം തുറന്ന് വായിക്കണം. വല്ലവരും പറയുന്ന പ്രസംഗങ്ങളും വല്ലവരും തത്വചിന്തകളും കേട്ട് ക്രിസ്തുവിനെ നയിക്കരുത്. നിനക്ക് വ്യക്തിപരമായ വചനവുമായി ബന്ധം വേണം. വചനം ഇത് തുറന്നു വായിക്കണം. ഇത് നീ ഭക്ഷിക്കണം. ഇത് നീ വായിക്കാൻ തുടങ്ങിയാൽ ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവം നിന്നോട് ഇടപെടാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം നിന്നെ വളർത്താൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന ഏത് ഈ പദം എന്നോട് ചേർന്ന് പറഞ്ഞേ, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ട വരും. എപ്പോഴും ഞാൻ ഓർത്തോണം, ഞാൻ പറയുന്ന വാക്കിന് ഞാൻ കണക്ക് പറയേണ്ടി വരും. ആരും അതിനകത്ത് രക്ഷപ്പെടാൻ ചിന്തിക്കരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യം, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും വാക്കുകളാൽ നീതീകരിക്കപ്പെടും. അതുകൊണ്ട് റോമാലേഖനം 10 വായിച്ചത്, യേശു എൻ്റെ പാപത്തിനു വേണ്ടി ജഡത്തിൽ വന്നുവെന്നും എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ പാപത്തെ ക്രൂശിന്മേൽ വഹിച്ചുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും എൻ്റെ നീതീകരണത്തിനു വേണ്ടി കർത്താവ് ഉയർത്തെഴുന്ന ഒരു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ടു. യു വിൽ ബിക്കം ജസ്റ്റിഫൈഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വാക്കുകളാൽ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, രാവിലെ എഴുന്നേൽക്കും പറയണം, ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. ആ പദത്തിന് ഭയങ്കര അർത്ഥമുണ്ട്. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. ഐ ആം ജസ്റ്റിഫൈഡ്. ഐ ആം redeemed completely by the blood of Jesus. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളാൽ ഞാൻ നീതീകരിക്കപ്പെടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ, ഈ ഗതികേട് എനിക്ക് വന്നല്ലോ എന്നല്ല നീ പറയേണ്ടത്. ഇന്നു പകലൊരു അനുഗ്രഹിക്കപ്പെട്ട പകലാണ്. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഇന്നു പകൽ ഞാൻ അത്ഭുതങ്ങളെ കാണുമെന്ന് നീ പറ. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. സ്വതം നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അടുത്ത പദം. ഹല്ലേലൂയ. Glory to God. Then some of the Pharisees and teachers of the law said to him, Teacher, we want to see a sign from you. He answered, A wicked and adulterous generation asks for a sign. Thank you so much. Thank you. അപ്പോൾ നമ്മുടെ അധരത്താൽ നീതീകരിക്കപ്പെടും. നമ്മുടെ അധരത്താൽ കുറ്റം വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, heart should be aligned. ഒരു പദം കൂടെ മാത്രം സദൃശ്യവാക്യത്തിലേക്ക് ഒന്ന് ഓടി വന്നത് 12-ാം അധ്യായം. ഇതൊരു വായിച്ച നിർത്താം. സദൃശ്യവാക്യം 12-ാം അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സദൃശ്യവാക്യം. മൂഢന്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു. മൂഢന്റെ അധരം എന്തോ ഉണ്ടാക്കുന്നു? വഴക്കിനിടയാകുന്നു. കണ്ടോ? അപ്പൊ അവന്റെ ഹൃദയവുമായി യാതൊരു ബന്ധവുമില്ല. അവന്റെ അധരത്തിന്, അവന്റെ ഹൃദയം വഴക്കിനിടയാകുന്നു. അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു. അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു. അവന്റെ വായ തല്ല് വിളിച്ചു വരുത്തുന്നു. അവന്റെ വായ തല്ല് വിളിച്ചു വരുത്തുന്നു. കണ്ടോ? അവന്റെ വായ അവനവൻ തല്ലി വിളിച്ചു വരുത്തുന്നു. അടുത്ത വാക്യം. മൂഢന്റെ വായ അവന് നാശം. മൂഢന്റെ വായ അവന് നാശം. അവന്റെ അധരങ്ങൾ അവന്റെ പ്രാണന് കണി. ചിലർ വലിയ കുഴപ്പങ്ങൾക്കകത്ത് പെട്ടുപോകാൻ കാരണം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. തിരിച്ച് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത വലിയ കെണികൾക്കകത്ത് ചിലർ പെട്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലരുടെ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? അവരവരുടെ അധരം കൊണ്ട് അവനവന്റെ വഴി അടച്ചു കളഞ്ഞു. മൂഢന്റെ വായ അവന് നാശം, അവന്റെ അധരങ്ങൾ അവന് പ്രാണന് കെണി. വായിച്ചാട്ടെ. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദഭോജനം പോലെ ഇരിക്കുന്നു. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദഭോജനം പോലെ ഇരിക്കുന്നു. കണ്ടാ ഭയങ്കര, കേൾക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. അത് വയറ്റിന്റെ അറകളിലേക്ക്, അത് അകത്ത് ചെല്ലുമ്പം വായിച്ചു അടുത്ത വായിക്കോട്ടെ. അത് വയറിന്റെ അറകളിലേക്ക് ചെല്ലുന്നു.
വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. അപ്പൊ ഇത് നമ്മൾ ഏഷ്യനി കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ പ്രശ്നമുണ്ട്, നമ്മളും ഏഷ്യനിക്കാരനായി മാറും. കാരണം ഇത് കേട്ടത് എങ്ങോട്ടാ ചെല്ലുന്നത് അറിയാമോ? അകത്തോട്ടാ ചെല്ലുന്നത്, നമ്മുടെ ലൈഫിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനത് പലരോടും പറയാറുണ്ട്, ഈ ദുർവർത്തമാനം പറയുന്ന, മോശമായി സംസാരിക്കുന്ന, നെഗറ്റീവായി സംസാരിക്കുന്ന ആളുകളുമായി നമ്മൾ സഹകരിച്ചാൽ നാം പോലും അറിയാതെ നാം ആ വിധത്തിലായിപ്പോകും. അപ്പോഴെപ്പോഴും നമ്മൾ സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോഴും സ്തോത്രം ഹല്ലേലൂയ, നമ്മളെയൊക്കെ ഒരു ഹയർ ലെവൽ അനോയിൻറ്റിങ് നിൽക്കുന്നതും സ്തോത്രം. അതിൽ താഴെ ഞാൻ സാധാരണ എന്നേക്കാ താഴെ നിൽക്കുന്ന ഒരാൾ ഉപദേശം കേൾക്കാൻ പോത്തേ ഇല്ല, അങ്ങനെ കേൾക്കാൻ നിൽക്കത്തേ ഇല്ല. ഒരു ഹയർ ലെവലിൽ അനോയി നിൽക്കുന്നതും സ്തോത്രം ആദരത്തിൽ കൂടെ ജീവൻ പുറപ്പെടുന്നതുമായ ആളുകളുടെ സംസാരം മാത്രമേ കേൾക്കാൻ നിൽക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ചീത്തയാക്കി കളയും, നമ്മളെ മോശക്കാരനാക്കി മാറ്റിക്കളയും. നമുക്ക് കനി നാം തന്നെ ഉണ്ടാക്കത്തക്കവണ്ണം നമ്മളെ ആ വഷളത്വത്തിലേക്ക് അത് കൊണ്ടുപോകും. നോക്കിയേ, അങ്ങനെ വചനം പറയുന്നത്. ഇനി അതിന്റെ 20 വാക്യം കൂടെ വായിച്ചു, 20-21 വാക്യം കൂടെ വായിച്ചാൽ, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ, മരണവും, എല്ലാവരും വചനം എന്നോട് ചേർന്ന് പറഞ്ഞ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അത് ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഒരു നിമിഷം കണ്ണടച്ചാട്ട്. ഹല്ലേലൂയ. റിസൾട്ടുകൾ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ആ റിസൾട്ടുകൾ എങ്ങനെ ഉണ്ടാകും? Our heart and our mouth should be aligned according to the word of God. എത്ര പേർക്ക് ഇന്ന് രാത്രി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ? ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കുകയാണ്, Father, let thy kingdom come down on earth as it is in heaven. അവിടുത്തെ പോലെ ഇവിടെയുമാകണം. ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടണം. നാം പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം സ്തോത്രം, നമ്മുടെ ഹൃദയം സ്തോത്രം അലൈൻഡ് ആയിട്ടില്ല. യേശു പറയുകയാണ്, ഈ അധ്യായം നോക്കി ശപിച്ചപ്പോൾ യേശു പറയുകയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി കടലിൽ ചാടിപ്പോകാൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. 2 പേർ ഭൂമിയിൽ ഏതെങ്കിലും വിഷയത്തിനകത്ത് എഗ്രിമെൻറ്റിൽ വന്നാൽ സ്തോത്രം, ആ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മറുപടി ഉണ്ടാകും. എന്നാ കാര്യം എന്നറിയാമോ? ഹാർട്ട് ആൻഡ് മൗത്ത് ബിക്കെയിം ഇൻ അലൈൻമെൻറ്റ്, ഇൻ എഗ്രിമെൻറ്റ്. അതുകൊണ്ടാണ് റിസൾട്ടുകൾ വന്നത്. ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു.